ഹലോ കൂട്ടുകാരെ, അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോ എന്താ അറിയോ, ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ആണേ. അതിന് വേണ്ടിയിട്ട് ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ A4 ഷീറ്റോ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഞാൻ പിങ്ക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നീളത്തിൽ വരച്ചു കൊടുക്കണം. ഇവിടെ നല്ല മഴക്കോറുണ്ട് കേട്ടോ, നല്ല ഇടിപൊട്ടുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ നീണ്ടിട്ട് വരച്ചു കൊടുക്കണം. ഓക്കെ, ഇതേപോലെ ഇങ്ങനെ നീണ്ടിട്ട് വരച്ചു കൊടുക്കണം. നിങ്ങൾ ഈ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മളിതാ നീണ്ടിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ബോക്സൊക്കെ വരയ്ക്കല്ലോ, അതേപോലെ താഴോട്ടും നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു A4 ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഒരു റെഡ് പെയിൻറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഫുള്ളായിട്ട് ഇതേപോലെ അടിച്ചു കൊടുക്കണം. ഫുള്ളായിട്ടും അടിച്ചു കൊടുക്കണം. ഇതേപോലെ ഫുള്ളായിട്ടും ഇങ്ങനെ അടിച്ചു കൊടുക്കണം. ഓക്കെ, ഇത് അടി വരെ നമ്മളിത് അടിച്ചു കൊടുക്കണം. ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ റെഡ് കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് അടി വരെ നല്ലോണം പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. മറ്റേത് നമ്മളത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉണങ്ങിയിട്ടുണ്ട് ഇത്. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇതിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് അത് ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു റെഡ് പെയിൻറ്റ് നമ്മൾ അടിച്ചില്ലേ, അത് നമ്മൾ ഉണങ്ങാൻ വെച്ചിരുന്നു. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു ഹാർട്ട് വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എനിക്ക് കുറച്ചുകൂടി ഒന്ന് തൃപ്തിയാവാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഔട്ട്ലൈന് കൊടുക്കുകയാണ് കേട്ടോ. ഒന്നുകൂടി ഒന്ന് മേലക്കോടെ ഒന്ന് ഔട്ട്ലൈന് വരച്ചു കൊടുക്കുകയാണ്. എനിക്ക് വലിയ തൃപ്തിയായില്ല ഫസ്റ്റ് വരച്ചത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി കുറച്ചുകൂടി അത്യാവശ്യം ഡാർക്കിൽ ഞാൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ടാവില്ലല്ലേ, എന്താണ് ഈ സംഭവം, ഇങ്ങനെയൊക്കെ ബുക്ക് മാർക്ക് ഉണ്ടാവുമോ എന്ന്. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് ഫൈനൽ നിങ്ങൾ കണ്ടോളി. ഓക്കെ, ഇത് എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക, ഇങ്ങനെ ഔട്ട്ലൈന്. അപ്പോൾ എന്നിട്ട് ഇതിൽ നമ്മൾ നല്ല വലിപ്പമുള്ള ഹാർട്ട് വരച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളെ കുഞ്ഞി ഹാർട്ടും ആ വലിയ ഹാർട്ടും നമ്മൾ പകുതി, ഈ കുഞ്ഞി ഹാർട്ടിൻ്റെ മേലെ ഭാഗത്തിൽ പകുതിയായിട്ട് ഗമ്മ് വെച്ച് ഒട്ടിക്കണം. ഓക്കെ, ഇതിങ്ങനെ കുഞ്ഞിതായിട്ട് അതിൻ്റെ പകുതി മാത്രം, മേലെ ഭാഗം മാത്രം നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാനിത് വെച്ച് നോക്കിയതാണ്, ഇത് കറക്റ്റാവോ അങ്ങനെയാണോ എന്നൊക്കെ. എന്നിട്ട് ഗമ്മെടുത്തിട്ട് അതേപോലെ ചെറുതായിട്ട് പകുതിയായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി, അല്ലാതെ ഫുള്ളൊന്നും ഒട്ടിക്കണ്ട കേട്ടോ. ഇത് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ഡയറി എടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരാണ്. കണ്ടോ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണോ ഉണ്ടാവുക? നല്ല അടിപൊളിയായിട്ടുണ്ടാവും. എവിടെയാണോ നിങ്ങൾ പഠിച്ചേ അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഓക്കെ, ബൈ.